ഹലോ, വീട്ടിൽ തന്നെ ഒരു ചെറിയ അക്വേറിയം വിത്ത് ലൈവ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുകയാണ് ഞങ്ങളിവിടെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. അക്വേറിയത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയെന്നും അവയുടെ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രധാനമായി തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമായി ടാങ്ക് പരിചയപ്പെടാം. ടാങ്ക് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള 2 അടി നീളം, 1.5 അടി ഉയരം, 1 അടി വീതിയുമുള്ളൊരു ടാങ്കാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ലൈവ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് സോബോ WP880F എന്ന് പറയുന്ന ഒരു ടോപ്പ് ഫിൽറ്ററാണ്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. അതിലുള്ള എന്തൊക്കെയാണ് അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ്. 100 ലിറ്റർ വരെ നമുക്ക് ഉള്ള ടാങ്കിന് ഇത് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ ഉള്ളത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റിയും കൂട്ടേണ്ടി വരും. 95% ഓഫ് ഫിൽറ്റർ ആക്യുറസി അവർ പറയുന്നുണ്ട്. ഫിൽറ്റർ സർക്കുലേഷൻ എന്ന് പറയുന്നത് 650 ലിറ്റർ പെർ അവർ ആണ്. പിന്നെ മെറ്റീരിയൽ എല്ലാം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. പ്ലാന്റ്സിന് സ്യൂട്ടബിൾ ആണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പമ്പ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. പരിചയപ്പെടാൻ പോകുന്നത് ഫിൽറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ജസ്റ്റ് ഒരു സ്പോഞ്ച് മാത്രം വെച്ചതുകൊണ്ട് കാര്യമല്ല. സ്പോഞ്ച് നമ്മുടെ ഫിൽറ്റർ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബയോമീഡിയ സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. സോ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 500 gram സിറാമിക് റിങ്സ്, ബയോളജിക്കൽ ബോൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആക്ടിവേറ്റഡ് കാർബൺ ചാർക്കോൾ പെല്ലറ്റ്സ്, ബയോകെമിക്കൽ കോട്ടൺ ഫിൽറ്റർ സ്പോഞ്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലൈവ് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ആൽഗെ കൂടാനുള്ള ചാൻസ്, പെട്ടെന്ന് വരാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ. വാട്ടർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഈ പാർട്സ് ഇതിനകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് ഇടാൻ പോകുന്നത് സിറാമിക് റിങ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാനുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമാകും. ഇത് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ ചാർക്കോൾ പെല്ലറ്റ്സ് ആണ്. ചാർക്കോൾ തന്നെയാണ്, നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാം. ഗ്രില്ല് നമ്മൾ വെക്കുകയാണ്, അതേ പ്ലേസിൽ തന്നെ വെക്കുക. അതിപ്പം ഒരു ചെറിയൊരു പീസ് പ്ലാസ്റ്റിക് പീസ് ഉണ്ട്, അവിടെ ഗ്രൂവ് ഉണ്ട്, നമുക്ക് അവിടെ തന്നെ അത് വെക്കുക. അപ്പോൾ ഈ ഗ്രില്ല് അതിൽ നിന്ന് ഇളകി പോകത്തില്ല, അതവിടെ ഫിറ്റായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ അതൊന്നും വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ അത് അതിനകത്ത് തന്നെ വെച്ചതുകൊണ്ട് യാതൊരു ദോഷവും നമുക്കില്ല. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വരുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബോൾസ് വയ്ക്കാം. അതിനകത്തും അത് ഫിൽട്രേഷന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്താണ് ഞാനത് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഞങ്ങൾ അടച്ചു വെക്കുകയാണ്. ക്ലിപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. മോട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഹോസ് സെറ്റ് ചെയ്യുക. അതോടൊപ്പം ഒരു റിങ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഒരറ്റം ഇതിൽ കൊടുക്കുക, ഫിൽറ്ററിൽ കൊടുക്കുക. അപ്പം വെള്ളം ഇതിലേ കൂടെയാണ് ഇതിനകത്ത് വന്ന് സർക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് എയർ നമുക്ക് എടുക്കുന്നതാണ് ആ ഹോസ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റാണ്, LED ലൈറ്റാണ്. D53 ബ്ലൂ ആൻഡ് വൈറ്റ് ലൈറ്റ് എന്ന് പറയും. ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് അക്വേറിയം പ്ലാന്റ്സിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റ്. ഇതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് റിങ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യുക. ആ ക്ലിപ്പ് നമുക്ക് ടാങ്കിൽ ഫിറ്റ് ചെയ്യും. സോ ഇത് വളരെ എഫിഷ്യൻ്റ് ആൻഡ് എനർജി സേവിങ് എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ. ഓക്കെ, വെള്ളം വരുന്നത് കാണാമല്ലോ. ഇത് ലൈറ്റിൻ്റെ ആണ്. ലൈറ്റ് നമുക്ക് ഇതുപോലെയാണ് ടാങ്കിൽ സെറ്റ് ചെയ്യാനുള്ളത്. അടുത്തതായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന സോയിലും അതുപോലെ തന്നെ സീഡുമാണ്. കാർപ്പറ്റ് പ്ലാന്റിൻ്റെ സീഡാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സോയിലും ചിലപ്പോൾ ഗ്രോത്തിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തെന്നിരിക്കില്ല. പക്ഷേ ADA Aqua Nature സോയിൽ ആമസോണിയ 2 അത് വളരെയധികം ഗ്രോത്തിനെ വളരെ ഫാസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പൊതുവെ ADAയുടെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഇൻക്ലൂഡിങ് ഫിൽറ്റർ, ലൈറ്റ്സ്, എവറിത്തിങ് ഉള്ളതാണ്. സോ ഞാൻ ഇവിടെ സോയിൽ ADAയുടെ ആണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ വൈറ്റ് ഷുഗർ സാൻഡ് ഗ്രാവൽ മേടിച്ചിരിക്കുന്നത് കാർപ്പറ്റ് പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റിനുള്ള സീഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം മേടിക്കാൻ കിട്ടും. ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഈ അക്വാറ്റിക് സോയിലിൽ നമ്മൾ സീഡ് വിതറി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒഴിക്കരുത്, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ടാങ്കിനകത്ത് ഈർപ്പം നിർത്തണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് പേപ്പർ മേടിക്കാൻ കിട്ടും, അതായത് ഈ ഫുഡൊക്കെ പാക്ക് ചെയ്യാനും മറ്റും നമ്മൾ മേടിക്കാൻ കിട്ടുന്ന റോള് കിട്ടും, പ്ലാസ്റ്റിക് റോള്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാം. അതോടൊപ്പം കൃത്യമായിട്ട് ലൈറ്റിംഗ് കൊടുക്കുക. ലൈറ്റ് 8 hours കൊടുക്കണം, ലൈറ്റ് കൊടുക്കും. 3 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറുതായിട്ട് ഗ്രീനറി കാണാൻ തുടങ്ങും, മുളച്ചു തുടങ്ങും വിത്ത്. 8 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ടാങ്കിൽ കാണും. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം, ഫിൽറ്റർ സെറ്റ് ചെയ്യാം. 2 ആഴ്ചത്തോളം ഈ വെള്ളം തന്നെ ഫിൽറ്റർ ചെയ്ത് ഇട്ടേക്കുക. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫിഷ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും കെമിക്കൽ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഫിൽട്രേഷനിലൂടെയും ഈ വെള്ളം ചേഞ്ച് ചെയ്യുന്നതിലൂടെയും അതങ്ങ് മാറിക്കിട്ടും. അപ്പം ഫിഷിന് നമുക്ക് വേറെ യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അക്വാസ്കേപ്പിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. സോ ഫ്രണ്ട്സ്, വെയിറ്റ് ഫോർ ദ ഡിസൈനിങ് അക്വാസ്കേപ്പിംഗ്.